ഹലോ ഹായ് എല്ലാവർക്കും എന്നോട് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. സെപ്റ്റംബർ മാസത്തിലെ അവസാനത്തെ ആഴ്ചയിൽ, അതായത് സെപ്റ്റംബർ 21 തൊട്ട് 30 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിന്റെ പേരെന്താണ്? ലേണിനോ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. വൈ ഡു ഐ ആസ്ക് യു ടു സബ്സ്ക്രൈബ്? എന്തുകൊണ്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാനുള്ള കാരണം ചോദിച്ചു കഴിഞ്ഞാലേ, നമ്മൾ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യാറുണ്ട്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഇയർലി കറണ്ട് അഫയേഴ്സും അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ. സോ നമുക്ക് വേഗം നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: വിച്ച് കൺട്രി ഹാസ് ബീൻ എലക്ടഡ് ആസ് ദ ചെയർമാൻ ഓഫ് ദ എക്സിക്യൂട്ടീവ് ബോർഡ് ഓഫ് AIBD? അതിനാദ്യം എന്താണ് AIBD എന്ന് അറിയണം. AIBD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യ പസഫിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബ്രോഡ്കാസ്റ്റിംഗ് ഡെവലപ്മെന്റ്. ഏഷ്യ പസഫിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബ്രോഡ്കാസ്റ്റിംഗ് ഡെവലപ്മെന്റ്. അപ്പോൾ അതിന്റെ ചെയർമാനായിട്ട്, എക്സിക്യൂട്ടീവ് ബോർഡിന്റെ ചെയർമാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഏതാണ് എന്നുള്ളതാണ് മക്കളെ ചോദ്യം. ഏതാണ്? The right answer is India. India elected chairman of AIBD executive board at 23rd General Conference 2025. Okay, so India has elected as the chairman of AIBD executive board at 23rd General Conference 2025. Okay. അതായത് AIBD എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. AIBD, ഇന്ത്യ ഹാസ് ബീൻ എലക്ടഡ് ആസ് ചെയർമാൻ ഓഫ് ദ എക്സിക്യൂട്ടീവ് ബോർഡ് ഓഫ് ദ ഏഷ്യ പസഫിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബ്രോഡ്കാസ്റ്റിംഗ് ഡെവലപ്മെന്റ്. AIBD, ഏഷ്യ പസഫിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബ്രോഡ്കാസ്റ്റിംഗ് ഡെവലപ്മെന്റ് ആണ്. ഏഷ്യ പസഫിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബ്രോഡ്കാസ്റ്റിംഗ് ഡെവലപ്മെന്റ് ഈസ് ദ ഫുൾ ഫോം ഓഫ് AIBD എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. ഇന്ത്യ സെലക്ഷൻ occurred during its 23rd General Conference in Phuket, തായ്ലാൻഡിൽ വെച്ചിട്ടായിരുന്നു നടന്നത് അല്ലെ. പിന്നെ എന്താണ് ദ ടേം ഫോർ ദിസ് ലീഡർഷിപ്പ് റോൾ എന്ന് പറയുന്നത്? എത്ര വർഷത്തേക്കാണ്? 2 വർഷത്തേക്കാണ്. 2025 to 27 വരെയാണ് അതിന്റെ ടേം എന്ന് പറയുന്നത്. ഇന്ത്യസ് റെപ്രസെന്റേഷൻ ഇൻ ദ AIBD is through the പ്രസാർ ഭാരതി. എന്താണ് പ്രസാർ ഭാരതി എന്ന് പറയുന്നത്? അതായത് പ്രസാർ ഭാരതി എന്ന് പറയുന്നത് ഒരു പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റർ ആണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ പറയാ, ആകാശവാണി, അതൊക്കെ ഒരു പ്രസാർ ഭാരതിയുടെ ഒരു കോൺസ്റ്റുവൻസ് ആണ്, അല്ലെങ്കിൽ കോൺസ്റ്റുവൻസ് ആണെന്ന് പറയാം. കണ്ടോ, ദൂരദർശൻ, ആകാശവാണി എല്ലാം എന്താണ് അതിന്റെ ഒരു ഫീൽഡിൽ വരുന്നത് തന്നെയാണ് ഇത് പ്രസാർ ഭാരതിയുടെ. ഓക്കെ, സോ ദൂരദർശൻ ആൻഡ് ആകാശവാണി നെറ്റ്വർക്ക്സ് which are responsible for informing, educating and entertaining the public. So that is പ്രസാർ ഭാരതി. അപ്പോൾ AIBD ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഏതാണ്? എന്ത് സർവീസ് ബ്രോഡ്കാസ്റ്റർ ആണ്? പ്രസാർ ഭാരതി, പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റർ ആയിട്ടുള്ള പ്രസാർ ഭാരതി. ഓക്കെ അല്ലേ മക്കളെ? ഇനി അടുത്ത ചോദ്യം, when is നാഷണൽ സ്പേസ് ഡേ സെലിബ്രേറ്റഡ്? എന്നാണ് നാഷണൽ സ്പേസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്? എന്നാണെന്നാണ് ചോദ്യം. എന്നാണ്? The right answer is August 23rd അല്ലെ. August 23rd എന്താ നാഷണൽ സ്പേസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്? ഇന്ത്യ സെലിബ്രേറ്റ് നാഷണൽ സ്പേസ് ഡേ on August 23 each year to commemorate the success of the Chandrayaan 3 missions of landing on the moon. Chandrayaan 3യുടെ എന്താണ് സക്സസസ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഓഗസ്റ്റ് 23 തീയതിയാണ് അല്ലെ. ആരാണത് അനൗൺസ് ചെയ്തത്? പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അനൗൺസ് ദ ഡേ ടു ഹോണർ ദ കൺട്രീസ് ലാൻഡ്മാർക്ക് അച്ചീവ്മെന്റ് ഓഫ് ബീയിങ് ദ ഫസ്റ്റ് ടു ലാൻഡ് ഓൺ ദ ലൂണാർ സൗത്ത് പോൾ. അപ്പോൾ മൂണിന്റെ ലൂണാർ സൗത്ത് പോളിലാണ് ഇത് ലാൻഡ് ചെയ്തത്, ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്തത് അല്ലെ. ഓഗസ്റ്റ് 23 ലാൻഡ് ചെയ്തു. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാനുള്ള കാരണം? സക്സസ്ഫുൾ ചന്ദ്രയാൻ 3 മിഷൻ. അതുകൊണ്ടാണ് സക്സസ്ഫുൾ ചെയ്യാനുള്ള കാരണം, അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാനുള്ള കാരണം. ദ ഡേ ഹോണേഴ്സ് ഇന്ത്യസ് അഡ്വാൻസ്മെന്റ് ഇൻ സ്പേസ് എക്സ്പ്ലോറേഷൻ ആൻഡ് ഇൻസ്പയർ ഫ്യൂച്ചർ ജനറേഷൻസ് ഇൻ ദ ഫീൽഡ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഓഗസ്റ്റ് 23 is a space day എന്ന കാര്യം മനസ്സിലാക്കുക. മൂന്നാമത്തെ ചോദ്യം, ഹു വോൺ ദ ടൈറ്റിൽ ഓഫ് മിസ് യൂണിവേഴ്സ് ഇന്ത്യ 2025? ഹു വോൺ ദ ടൈറ്റിൽ ഓഫ് മിസ് യൂണിവേഴ്സ്, അതായത് ഈ വർഷത്തെ മിസ് ഇന്ത്യ യൂണിവേഴ്സ് കിരീടം നേടിയത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? The right answer is ആരാണ്? വിശ്വകർമ്മ, മനിക വിശ്വകർമ്മ. രാജസ്ഥാനിൽ നിന്നുള്ള മനിക വിശ്വകർമ്മയാണ് ഈ വർഷത്തെ മിസ് ഇന്ത്യ യൂണിവേഴ്സ് കിരീടം സ്വന്തമാക്കിയത്. രാജസ്ഥാനിൽ നിന്നുള്ള മനിക വിശ്വകർമ്മ. ജയ്പൂരിൽ നടന്ന മത്സരത്തിൽ ഉത്തർപ്രദേശിൽ നിന്നുള്ള താനിയ ശർമ്മ 2ാം സ്ഥാനവും ഹരിയാനയിൽ നിന്നുള്ള മെഹക് ദിങ്ക്ര 3ാം സ്ഥാനവും നേടിയിട്ടുണ്ട് കേട്ടോ. ഈ വർഷം തായ്ലൻഡിൽ നടക്കുന്ന 74ാമത് മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുന്ന ആരാണ്? മനിക വിശ്വകർമ്മയായിരിക്കും. So who won the title of Miss Universe India 2025? ആരാണ്? മനിക വിശ്വകർമ്മ അല്ലെ.
ഇനി അടുത്ത ചോദ്യം, ഹു വോൺ ദ ചെസ് എസ്പോർട്സ് വേൾഡ് കപ്പ് 2025 എന്നുള്ളതാണ് ചോദ്യം. എന്താണ് മക്കളെ റൈറ്റ് ആൻസർ എന്താണെന്ന് പറഞ്ഞാളൂ. എന്താണ്? മാഗ്നസ് കാൾസൺ വോൺ ദ ചെസ് എക്സ്പോർട്സ് വേൾഡ് കപ്പ് 2025 അല്ലെ. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം, വിച്ച് സ്റ്റേറ്റ് ഹാസ് ബീൻ ഡിക്ലെയർഡ് ഇന്ത്യസ് ഫസ്റ്റ് ഫുള്ളി ഡിജിറ്റലി ലിറ്ററേറ്റ് സ്റ്റേറ്റ്? ഏത് സ്റ്റേറ്റ് ആണ് ഫസ്റ്റ് ഫുള്ളി ഡിജിറ്റലി ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. റൈറ്റ് ആൻസർ ഇസ് കേരള. കേരള അച്ചീവ്സ് 100% ഡിജിറ്റൽ ലിറ്ററസി. എന്തൊക്കെ കാര്യങ്ങളാണ് കേരളത്തിനെ കുറിച്ച് അറിയാവുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ്? ഇന്ത്യയുടെ സൗത്ത് വെസ്റ്റേൺ കോസ്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ. എന്നാണ് ഫോം ചെയ്തത്? November 1, 1956. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ദിസ് മേക്സ് ഇറ്റ് ദ 22nd ലാർജസ്റ്റ് സ്റ്റേറ്റ്. അപ്പൊ ഇതറിയാവോ? 22ാമത്തെ ലാർജസ്റ്റ് സ്റ്റേറ്റ് ആണ് ഏത്? കേരളം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ തന്നെ 22ാമത്തെ ലാർജസ്റ്റ് സ്റ്റേറ്റ് ആണ്. ആൻഡ് ഇറ്റ് ഷെയർസ് ഇറ്റ് ബോർഡർ വിത്ത് കർണാടക ടു ദ നോർത്ത് ആൻഡ് തമിഴ്നാട് ടു ദ ഈസ്റ്റ് അല്ലെ. നോർത്തിൽ കർണാടകയാണ്, അതുപോലെ തന്നെ ഈസ്റ്റില് ഏതാണ്? തമിഴ്നാടാണ് അല്ലെ. ഇനി ടു ദ വെസ്റ്റ് ലക്ഷദ്വീപ് സീ ആണ്. കേരള ഇസ് ദ 13th മോസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ്. 13th മോസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഏതാണ്? കേരളമാണ്. 13th മോസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് കേരളമാണ്. 14 ഡിസ്ട്രിക്റ്റ് ആണുള്ളത്. ക്യാപിറ്റൽ തിരുവനന്തപുരമാണ് അല്ലെ. മലയാളമാണ് മെയിൻ ലാംഗ്വേജ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ജസ്റ്റ് ഒന്ന് ബ്രഷ് അപ്പ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ. ഇനി സ്റ്റേറ്റ് സിംബൽസ് ഒന്ന് പറഞ്ഞോളൂ. ഇന്ത്യൻ എലിഫന്റ് ആസ് ദ സ്റ്റേറ്റ് അനിമൽ അല്ലെ. സ്റ്റേറ്റ് അനിമൽ ഇന്ത്യൻ എലിഫന്റ് ആണ്. ഗ്രേറ്റ് ഹോൺബിൽ ആസ് ദ സ്റ്റേറ്റ് ബേർഡ് ഗ്രേറ്റ് ഹോൺബിൽ. മലമുഴക്കി വേഴാമ്പൽ എന്ന് പറയും അല്ലെ. മലമുഴക്കി വേഴാമ്പൽ ഈസ് ദ സ്റ്റേറ്റ് ബേർഡ്. ആൻഡ് കണിക്കൊന്ന അല്ലെങ്കിൽ ഗോൾഡൻ ഷവർ ട്രീ ആസ് എ സ്റ്റേറ്റ് ഫ്ലവർ. പിന്നെന്താണ്? കോക്കനട്ട് ട്രീ ആസ് എ സ്റ്റേറ്റ് ട്രീ. ബട്ട് ഫ്രൂട്ട് ഏതാണ്? ചക്കയാണ് അല്ലെ. ചക്കയാണ് സ്റ്റേറ്റ് ഫ്രൂട്ട്. ജാക്ക് ഫ്രൂട്ട് ആണ് സ്റ്റേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഗ്രീൻ ക്രോമൈറ്റ് സ്റ്റേറ്റ് ഫിഷ്. മലബാർ ബാൻഡഡ് പീകോക്ക്. ബുദ്ധമയൂരി സ്റ്റേറ്റ് ബട്ടർഫ്ലൈ. അതുപോലെ തന്നെ എന്താണ്? സ്റ്റേറ്റ് ആംഫിബിയൻ ഉണ്ട് കേട്ടോ. മലബാർ ഗ്ലൈഡിംഗ് ഫ്രോഗ് ഈസ് ദ സ്റ്റേറ്റ് ആംഫിബിയൻ. Kathakali is the state dance. So Indian elephant as the state animal, the great hornbill as the state bird, the kanikonna, the golden shower tree as the state flower, the coconut tree as the state tree, jackfruit as state fruit, green chromide as state fish, Malabar banded peacock as state butterfly, Malabar gliding frog as state amphibian, Kathakali as state dance, and these are the state symbols of Kerala. Okay. അടുത്ത ചോദ്യം, which ministry launched the ആദി കർമ്മ യോഗി അഭിയാൻ? ഏത് മിനിസ്ട്രി ആണ് ലോഞ്ച് ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? The right answer is Ministry of Tribal Affairs launched the ആദി കർമ്മ യോഗി അഭിയാൻ. Ministry of Tribal Affairs. Okay. അടുത്തത്, where is this year IOAA was held? അപ്പൊ അതിനു മുന്നേ IOAA എന്താണെന്ന് അറിയണം അല്ലെ. IOAA എന്താണ്? IOAA എന്ന് പറയുന്നത് എന്താണ്? ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് ഓൺ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് ആണ് IOAA കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എവിടെയാണ് നടന്നത്? മുംബൈയിൽ വെച്ചിട്ടാണ് കേട്ടോ. മുംബൈയിൽ വെച്ചിട്ടാണ് 18ാമത്തെ ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് ഓൺ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് എവിടെ വെച്ചിട്ടാണ് നടന്നത്? മുംബൈയിൽ വെച്ചിട്ടാണ് നടന്നത്. ഓക്കെ. ഇനി അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ്. The 18th International Olympiad on Astronomy and Astrophysics was held in Mumbai, India from August 11 to 21, 2025. Okay. The India's national team performed exceptionally well, securing 4 gold medals and 1 silver medal. എത്ര മെഡലാണ് കിട്ടിയത്? 4 ഗോൾഡ് മെഡലും അതുപോലെ തന്നെ ഒരു സിൽവർ മെഡലും ആണ് ഇന്ത്യക്ക് നേടാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താണ് പറയാനുള്ളത്? This event organized by the Homi Bhabha Center for Science Education HBCSE യിൽ വെച്ചിട്ടായിരുന്നു, അല്ലെങ്കിൽ അത് ആ HBCSE ആയിരുന്നു ഇത് ഓർഗനൈസ് ചെയ്തത്. 288 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു 63 രാജ്യങ്ങളിൽ നിന്ന് അല്ലെ. പിന്നെ ഹോസ്റ്റ് സിറ്റി മുംബൈ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഡേറ്റ്സ് August 11 to 21 ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓർഗനൈസിംഗ് ബോഡി എന്ന് പറയുന്നത് HBCSE അഥവാ ഹോമി ബാബ സെന്റർ ഫോർ സയൻസ് എഡ്യൂക്കേഷൻ ആണ്. പാർട്ടിസിപ്പൻസ് 288 സ്റ്റുഡൻസ് ഫ്രം 63 കൺട്രീസ്. ഇന്ത്യയുടെ പെർഫോമൻസ് എങ്ങനെയാണ്? 4 ഗോൾഡ് മെഡൽ കിട്ടി, ഒരു സിൽവർ മെഡൽ കിട്ടി ട്ടോ. ടോപ്പ് പെർഫോമിംഗ് കൺട്രി എന്ന് പറയുന്നത് ഇറാൻ ആണ്, വിത്ത് all 5 of its members winning
gold medals. So the 18th International Olympiad on Astronomy and Astrophysics 2025 was held in എവിടെയായിരുന്നു നടന്നത്? ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടന്നത്. ഇന്ത്യയിൽ എവിടെ വെച്ചിട്ടായിരുന്നു മക്കളെ? മുംബൈയിൽ വെച്ചിട്ടായിരുന്നു അല്ലെ? മുംബൈയിൽ വെച്ചിട്ടാണ് നടന്നത്. 18ാമത്തെ ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് ഓൺ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് ആയിരുന്നു. ഇന്ത്യക്ക് എത്രയാ കിട്ടിയത്? 4 ഗോൾഡ് മെഡൽസ് അല്ലെ? 4 ഗോൾഡ് മെഡൽസ് കിട്ടി. അതുപോലെ തന്നെ ഒരു സിൽവർ മെഡലും ആണ് കിട്ടിയത് അല്ലെ? ഒരു സിൽവർ മെഡലും അതുപോലെ തന്നെ 4 ഗോൾഡ് മെഡലും ആണ് കിട്ടിയിരിക്കുന്നത്. 4 ഗോൾഡ് മെഡലും അതുപോലെ തന്നെ എന്താണ്? ഒരു സിൽവർ മെഡലും ആണ് കിട്ടിയിട്ടുള്ളത്. ഇതില് HBCSE വെച്ചിട്ടായിരുന്നു, അതായത് ഹോമി ബാബ സെന്റർ ഫോർ സയൻസ് എഡ്യൂക്കേഷൻ വെച്ചിട്ടായിരുന്നു. 288 സ്റ്റുഡൻസും എവിടുന്ന്? 63 രാജ്യങ്ങളിൽ നിന്ന് 288 സ്റ്റുഡൻസ് ആണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മുടെ ഇന്ത്യയുടെ പെർഫോമൻസ് 4 ഗോൾഡ് മെഡലും ഒരു സിൽവർ മെഡലും ആണ്. അതിലെ ടോപ്പ് പെർഫോമിംഗ് കൺട്രി എന്ന് പറയുന്നത് ഇറാനാണ്. ഓക്കെ, ഇത്ര കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായി അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുകയാണ് കേട്ടല്ലോ. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 8ാമത്തെ ചോദ്യം, ഹൂ ഈസ് ദ റെസിപ്പന്റ് ഓഫ് ദിസ് ഇയർ കലാം അവാർഡ്? ഈ വർഷത്തെ കലാം അവാർഡ് നേടിയത് ആരാണ് എന്നുള്ളതാണ് മക്കളെ ചോദ്യം. ഈ വർഷത്തെ കലാം അവാർഡ് നേടിയത് ആരാണ്? ഏതാണ് മക്കളെ റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഈസ് വി നാരായണൻ അല്ലെ? ആരാണത്? തമിഴ്നാട് സർക്കാരിന്റെ APJ അബ്ദുൽ കലാം പുരസ്കാരത്തിന് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISROയുടെ ചെയർമാൻ ആയിട്ടുള്ള ഡോക്ടർ വി നാരായണൻ അർഹനായിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്പെഡെക്സ് നൈസാർ ദൗത്യങ്ങൾ, ഓപ്പറേഷൻ സിന്ദൂർ സൈന്യത്തിന് നൽകിയ പിന്തുണ എന്നിവ പരിഗണിച്ചാണ് നാരായണ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തിരിക്കുന്നത് 5 ലക്ഷം രൂപയാണ് പുരസ്കാരത്തിന്റെ സമ്മാന തുക എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹൂ ഈസ് ദ റെസിപ്പന്റ് ഓഫ് ദിസ് ഇയർ കലാം അവാർഡ്? ദ റൈറ്റ് ആൻസർ ഈസ് വി നാരായണൻ, ISRO's ന്യൂ ചീഫ്. ഓക്കെ, ISROയുടെ ഫുൾ ഫോം എന്താണ്? ISROയുടെ ഫുൾ ഫോം എന്താണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ്. ISROയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണനാണ്. അദ്ദേഹമാണ് ഈ വർഷത്തെ കലാം പുരസ്കാരത്തിന് അർഹനായിട്ട്. അടുത്ത ചോദ്യം ഇതാണ്, ഹൂ ഹോൾഡ്സ് ദ റെക്കോർഡ് ഫോർ മോസ്റ്റ് അപ്പിയറൻസ് as a ഗോൾ കീപ്പർ ഇൻ മെൻസ് ഫുട്ബോൾ? അതായത് എന്താണ് പറയുന്നത്? പുരുഷ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ ഗോൾ കീപ്പറായിട്ട് കളിച്ച താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ഫാബിയോ, ബ്രസീലിയൻ താരമാണ് അല്ലെ? ഫാബിയോ is a Brazilian goalkeeper for Fluminense who broke the world record for the most competitive appearance by a male footballer in August 2025, surpassing Peter Shilton with 1391 matches. എന്താണ് പറയുന്നത്? പുരുഷ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ ഗോൾ കീപ്പറായിട്ട് കളിച്ച താരം എന്ന റെക്കോർഡ് ആരാണ് സ്വന്തമാക്കിയത്? ബ്രസീലിയൻ താരം ഫാബിയോ സ്വന്തമാക്കിയിരിക്കുകയാണ്. കരിയറിൽ 1391 മത്സരം കളിച്ച ഫാബിയോ ഇംഗ്ലീഷ് ഇതിഹാസം പീറ്റർ ഷിൽട്ടനെയാണ് മറികടന്നിരിക്കുന്നത് എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത് മക്കളെ. ഓക്കെ, പിന്നെ എത്ര വയസ്സായി അദ്ദേഹത്തിന്? 44 വയസ്സായി. He set the record in Copa Sudamericana match against America de Cali, having debuted in 1997 and played his entire career in Brazil for clubs like Vasco da Gama, Atletico Paranaense and Cruzeiro. അപ്പൊ ഈ ക്ലബ്ബുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ? ഏതൊക്കെ ക്ലബ്ബുകളാണെന്ന് പറഞ്ഞത്? ഏതൊക്കെ ക്ലബ്ബുകളാണ്? വാസ്കോ ഡ ഗാമ, അതുപോലെ തന്നെ ക്രൂസൈറോ എന്നീ ബ്രസീലിയൻ ക്ലബ്ബുകളുടെയും ഗോൾ കീപ്പറായിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സോ ഹൂ ഹോൾഡ്സ് റെക്കോർഡ് ഫോർ മോസ്റ്റ് അപ്പിയറൻസസ് as a goalkeeper in men's football? The right answer is Fabio. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യമാണ്, 10ാമത്തെ ചോദ്യമാണ്, അവസാനത്തെ ചോദ്യമാണ്. ഉദയം സഖി പോർട്ടൽ വാസ് ലോഞ്ച്ഡ് ബൈ വിച്ച് മിനിസ്ട്രി? ഏത് മിനിസ്ട്രി ആണ് ഈ ഒരു പോർട്ടൽ ലോഞ്ച് ചെയ്തത്? ഏത് മിനിസ്ട്രി ആണ് എന്നാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ് മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്, ഇറ്റ്സ് ഫോർ വിമൻ. ഓക്കെ, ഉദയം സഖി പോർട്ടൽ ആ പേര് തന്നെയുണ്ട്, ഇറ്റ്സ് ഫോർ വുമൺ, അതൊരു വിമൻ പോർട്ടലാണ്. വാസ് ലോഞ്ച്ഡ് ബൈ വിച്ച് മിനിസ്ട്രി? മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പൊ നമ്മൾ സെപ്റ്റംബർ മാസത്തിലെ അവസാനത്തെ ആഴ്ചയിലെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ? എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത സംസ്ഥാനം എന്ന ബഹുമതി ആരാണ് സ്വന്തമാക്കിയത്? ഏത് സംസ്ഥാനമാണ് സ്വന്തമാക്കിയത്? കേരളം സ്വന്തമാക്കി എന്ന് നമ്മൾ പറഞ്ഞല്ലേ? അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്? IOAA എന്തായിരുന്നു അത്? ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് ഓൺ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് അല്ലെ? അത് എവിടെയാണ് വേദിയായത്? മുംബൈയിലാണ് വേദിയായത് എന്ന് നമ്മൾ പറഞ്ഞു. എന്താണത്?
എന്താണ് IUAA എന്ന് പറയുന്നത്? അതായത് സെക്കൻഡറി വിദ്യാർത്ഥികളുടെ ശാസ്ത്ര അഭിരുചികൾ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ 2007 കേട്ടോ IOAA ഒളിമ്പ്യാഡ് ആരംഭിച്ചത്. 2007 64 രാജ്യങ്ങളിൽ നിന്ന് 300-ലധികം വിദ്യാർത്ഥികളാണ് ജ്യോതിശാസ്ത്ര ഒളിമ്പ്യാഡിന്റെ 18ാം പതിപ്പില് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ചെയർമാൻ ആരാണെന്ന് അറിയാമോ? അനികേത് സുളയാണ് IOAA ഇപ്പോഴത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.